നമ്മൾ നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ വേണ്ടി നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന ഒരു പ്രധാന പ്രശ്നം, ഞങ്ങൾ ഇത് ചെയ്തു തരാം, പക്ഷെ ഇതിന് മാർക്കറ്റ്, അതാണ് അവർ പറയുന്ന ഒരു പ്രധാന ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ കുടുംബശ്രീ വഴി നമ്മള് കുറെ സ്കീമുകളുണ്ട്, പരിപാടികളുണ്ട്. ഇപ്പൊ മാസച്ചന്ത നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ സ്ഥലങ്ങളില്. അല്ലാതെ നമ്മൾ ഈ ഓണാഘോഷം അല്ലെങ്കിൽ വിഷു ഇതൊക്കെ വരുന്ന സമയത്ത് മാത്രം വെക്കുന്ന ഒരു ചന്തകൾ, ഇങ്ങനെയാണ് നമ്മളത് ലിമിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ പുതിയതെന്ന് വെച്ചാൽ ചിറ്റൂര് ഈ ഒരു ബ്ലോക്കിലെ കാര്യമാണ് പറയുന്നത്, നമ്മളൊരു ഹോം ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീ ഉൽപാദകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങുകയാണ്. നമ്മളിപ്പോ മാർക്കറ്റിങ്ങിന് നമ്മുടെ വീട്ടിലോട്ട് കുറെ കുട്ടികൾ വരുമല്ലോ, ഓരോ പ്രൊഡക്റ്റും കൊണ്ട് വരുന്നത് പോലെ കുടുംബശ്രീയിൽ നിന്ന് തന്നെ അംഗങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇപ്പൊ നിലവില് വാർഡിൽ ഒരു 2 പേരെ വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കുടുംബശ്രീ സംരംഭയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ അത് ഫീൽഡിലോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഇപ്പൊ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിന്റെ ഒരു തുടക്കം നമ്മൾ കുറിച്ചിട്ടുമുണ്ട്. ഇപ്പൊ നമ്മൾ ചിറ്റൂര് ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിലവില് പോൽപ്പുള്ളി CDS അത് അത്യാവശ്യം നല്ല രീതിയിൽ സക്സസ് ആയി പോകുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ നമ്മളിത് ആ ഒരു സ്ട്രാറ്റജി നമ്മൾ എവിടേക്കും കൊണ്ടുവരാനായിട്ട് നമ്മൾ ആളുകളെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എലപ്പുള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആളുകളെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അതിലൊരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ സംസാരിച്ചതുപോലെ നമ്മൾ ഈ എലപ്പുള്ളിയിലോട്ടൊന്ന് താഴെ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ, ഇപ്പം എന്റെ മെന്റർ ഇവിടെ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, SVP എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ഇപ്പൊ പല വീടുകളിലും പല റിസോഴ്സസ് ഉണ്ടെങ്കിലും നമുക്കത് അറിയുന്നില്ല എന്നുള്ളതാണ്. കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ തേനാരി, അവിടെ ഒരു പാവോടിപ്പറമ്പ് അല്ലെ, ഞാൻ എന്റെ ചെറുപ്പം മുതൽ കാണുന്ന ഒരു സ്ഥലമാണ്. എന്റെ സ്ഥലം അവിടെ തന്നെയാണ്. അപ്പം അവിടെ തറിയിട്ട് ഉണ്ടാക്കുന്ന മുണ്ടുകളും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. പക്ഷെ അത് ഇപ്പൊ അത് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റാത്ത ഒരു ഇതാണ്. അതായത് വീടുകളിൽ തറിയിട്ട് ചെയ്യുന്നു എന്നല്ലാതെ ആ ഒരു പഴയ ഒരു തനിമ അതിലില്ല. അവര് സൊസൈറ്റിയിലേക്കാണ് ഇത് കൊടുക്കുന്നതെങ്കിലും ഇവരുടെ ഉൽപ്പന്നങ്ങൾ എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ അല്ല അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു സംശയമാണ്. നമുക്കത് പോയി, ആ ഒരു പഴയ കാലത്തിന്റെ ഒരു ഇതില്ല. ഇപ്പൊ രാമശ്ശേരി ഇഡലിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കുന്നതാണ്. രാമശ്ശേരി ഇഡലി അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണെന്നുള്ളത് അറിയേണ്ടത് ഇപ്പോഴും ആളുകൾ അറിഞ്ഞ് ഇവിടെ വരുന്നുണ്ട് എന്നല്ലാതെ ഇവര് മാർക്കറ്റിങ്ങിലേക്ക് പുറത്തേക്ക് പോകുന്നത് വളരെ കുറവാണ്. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാല് മറ്റന്നാൾ 6-ഉം 7-നും നമുക്ക് തിരുവനന്തപുരം നിയമസഭ അവിടെ പുസ്തകമേള മറ്റും നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ മന്ത്രിതലത്തിൽ ചർച്ച വന്നിട്ട് ഒരു സ്റ്റോൾ നമുക്ക് രാമശ്ശേരി ഇഡലിയുടെ വേണം എന്നുള്ള ഒരു ചർച്ച വന്നപ്പോൾ നമ്മളെയാണ് സമീപിച്ചത്, കുടുംബശ്രീയാണ് സമീപിച്ചത്. കാരണം കുടുംബശ്രീ അംഗങ്ങളായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ സമീപിച്ചു. ഇതിനു മുന്നും 2-3 സ്റ്റോളിനൊക്കെ നമ്മളെ സമീപിച്ചപ്പോൾ ഇവര് വെളിയിലോട്ട് പോവാനുള്ള ഒരു വിമുഖതയാണ് നമുക്ക് കാണിക്കുന്നതായിട്ട്. ഒരു ഫംഗ്ഷന് വന്നതായിട്ട് പറഞ്ഞു. പ്രസിഡന്റുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ഏതോ ഒരു ഫംഗ്ഷന് വന്നു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ 2 എൻക്വയറി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് നമ്മൾ മലപ്പുറത്ത് മിൽമിയുടെ പ്ലാന്റ് ആ ഒരു ഇതുണ്ടായിരുന്നു, പൊടിയുടെ പ്ലാന്റിന്റെ ഉദ്ഘാടനം ഉണ്ടായ സമയത്ത് നമ്മൾ ഇതുപോലെ സമീപിച്ചപ്പോ ആരും വെളിയിലേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെട്ടു. ഇപ്പോഴും അതെ മകളും അവര് മാത്രമേ തയ്യാറുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നലെ അടക്കം നമുക്ക് അവിടെ നിന്ന് വിളി വരികയാണ്, ഇവരെ വരുന്നില്ല, നമ്മളെല്ലാം റെഡിയാക്കി എന്ന് പറഞ്ഞിട്ട് ഇന്നലെയും തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ട് നമുക്ക് കുടുംബശ്രീയിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പോവാത്ത ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ളത് അതാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ രണ്ടും ഉണ്ട്. അതായത് തേടി വന്ന് നമ്മൾക്ക് ബിസിനസ് കിട്ടുന്ന നമ്മൾ അങ്ങോട്ട് പോകുന്നത്, അത് ആ ഒരു ഗ്യാപ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ഹോം ഷോപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എലപ്പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ നമുക്ക് പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ SVP പദ്ധതി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതോടുകൂടി ഇപ്പൊ തന്നെ നമ്മൾ അത്യാവശ്യം ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഓരോ വീടുകൾ തോറും ഇറങ്ങുമ്പോഴാണ് നമുക്ക് അവിടെയുള്ള ചിലവര് പലതരത്തിലുള്ള വ്യവസായങ്ങൾ ചെയ്യുന്നുണ്ട്, കുടിൽ വ്യവസായങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് അത് അറിയുന്നില്ല, ഇവരിത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്കത് അറിയുന്നില്ല. അപ്പൊ അത്തരത്തില് ഈ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുമ്പോൾ ഫീൽഡ് തലത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വൃത്തിയായിട്ടുള്ള ഒരു ഡാറ്റാബേസ് നമുക്ക് കിട്ടും, എന്തൊക്കെ വിഭവങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ഒരു കേന്ദ്രത്തിൽ എത്തിച്ചുകൊണ്ട് എല്ലാ വാർഡിലേക്കും ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ആ ഒരു റിസോഴ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉടൻ തന്നെ വൈകാതെ തന്നെ അത് തുടങ്ങുന്നതുമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ട് ഇതിലിപ്പോ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ കൃഷി വകുപ്പാണെങ്കിലും കാർഷികപരമായിട്ടാണെങ്കിലും നമുക്ക് ഒരു ഡാറ്റ ഉണ്ടാവുമല്ലോ, ഇത്ര സ്ഥലങ്ങൾ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതെല്ലാം കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഉൽപാദകരെ എല്ലാവരെയും ഒന്നിച്ച് വരുത്തി അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഒരു എന്താ പറയാ മാർക്കറ്റില് റേറ്റുമായിട്ട് നമുക്ക് ചിലപ്പോൾ കോമ്പീറ്റ് ചെയ്തിട്ട്
നിൽക്കാനായിട്ട് പറ്റുമെന്ന്, അതായത് നമുക്കിപ്പോ ഒരു അരിപ്പൊടി ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോ അരിപ്പൊടിക്ക് എന്താ വില? മേടിക്കുന്നവർക്ക് അറിയുന്നു വിചാരിക്കും. ഒരു ഏകദേശം പറഞ്ഞോളൂ നിങ്ങളുടെ ഒരു ഇതിൽ. ഇപ്പൊ നിറവറയോ എന്തൊക്കെയല്ലേ നമുക്കറിയുള്ളൂ അല്ലെ? നിറവറയും ഇപ്പൊ ഡബിൾ ഹോസും ഇനിയിപ്പോ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഈസ്റ്റേൺ അല്ലെ, അതൊക്കെയാണ് നമുക്ക് അറിയുക. കാരണം അതും അഡ്വർടൈസ്മെന്റും ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതാണ് അറിയാൻ പറ്റും അല്ലെ? ഇപ്പൊ നമ്മള് അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ എലപ്പുള്ളി CDS ഓഫീസിൽ വന്നാൽ നിങ്ങൾ 1 കിലോ അരിപ്പൊടി മേടിക്കുകയാണെങ്കിൽ എത്ര രൂപയായിരിക്കും, വെളിയിൽ എത്രയായിരിക്കും എന്നുള്ളത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ പറയാൻ പറ്റും അല്ലെ? ഒരു 50 രൂപ ഉണ്ടെങ്കിൽ 1 കിലോ അരിപ്പൊടി കിട്ടും. പക്ഷെ ഇതേ സമയം നിറവറയുടെ പുട്ടുപൊടിയാണ് മേടിക്കുന്നതെങ്കിൽ 50 രൂപയ്ക്ക് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്? ഇല്ല ഇല്ല, 1/2 കിലോ കിട്ടുമായിരിക്കും. അല്ല ഇപ്പൊ ഞാൻ സംഭവം നിറവറയുടെ ഒന്നും മേടിക്കുന്ന ആളല്ല. ഞാൻ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ 128 1 കിലോയ്ക്ക് ഞാൻ കണ്ടത്. പക്ഷെ കാണാനൊക്കെ ഒരു കളറും ഇതൊക്കെ ഉണ്ട്, അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളുടെ അത്ര ഒരു ഫാഷനബിൾ അല്ലെങ്കിലും അത്യാവശ്യം ഒരു കവറും കാര്യങ്ങളും ഉള്ളത് തന്നെയാണ്. പക്ഷെ 50 രൂപയ്ക്ക് 1 കിലോ അരിപ്പൊടി നിങ്ങൾക്ക് വന്നാൽ ഇവിടെ മേടിച്ചിട്ട് പോകാം. പാർക്ക് വേണമെങ്കിൽ അവിടെ വന്നാൽ കുറയും ഉണ്ട്. ഞാനിപ്പോ അവിടെ നിന്നാണ് വന്നത് കാലത്ത്, അതുകൊണ്ടാണ് ഇത്തിരി വൈകി ഞാൻ അവിടേക്ക്. അപ്പം അത്തരത്തില് നമുക്ക് നല്ല ഉൽപ്പന്നം, അതായത് അരി മേടിച്ച് പൊടിച്ച് അവിടെ നിന്ന് പാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട് നമ്മളുടെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ അതൊന്ന് ഫീൽഡിലേക്ക് ഇറങ്ങി അത് കണ്ടെത്തി അവരെ കൺവിൻസ് ചെയ്ത്, ചിലപ്പോൾ നമ്മൾക്ക് തരാനുള്ള ഒരു വിമുഖത കൂടി ഉൽപ്പാദകർ കാണിക്കുന്ന ഒരു ഇതുണ്ട്. ചിലപ്പോൾ അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണെങ്കിൽ പുറത്ത് ടൈപ്പ് ആയിരിക്കും, അവർ ഈ സാധനം നേരിട്ട് ഉണ്ടാക്കുന്നു, അവിടെ കൊണ്ട് കൊടുക്കും, നമ്മൾ അറിയുന്ന പോലും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ്. നമ്മളുടെ അവിടെ പപ്പടം ഉണ്ടാക്കുന്ന കുറെ യൂണിറ്റുകളുണ്ട്, വീട്ടിലൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവര് ഇവിടെ കൊണ്ട് ഉൽപ്പന്നം വെക്കാൻ പറഞ്ഞാൽ പോലും അവർക്ക് ചിലപ്പോൾ തിരക്കാണ്. അവർ ഇവിടുമായിട്ടൊന്നും ഒരു ബന്ധമൊന്നുമില്ല. അവര് ഡയറക്റ്റ് കുറെ മാർക്കറ്റ് ഓൾറെഡി ഉണ്ട്. നമ്മൾ ഇപ്പോ കുറച്ച് ഒരു മാർക്കറ്റിംഗ് സംവിധാനത്തിൽ ഒരു 10 പാക്കറ്റ് ചോദിച്ചത് കൊണ്ട് അവർക്ക് അതൊരു ഗുണമില്ല എന്നൊരു തോന്നുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മള് എലപ്പുള്ളിയെ സംബന്ധിച്ചിടത്തോളം 22 വാർഡ് ഉള്ളതാണ്. ഇനിയിപ്പോ വാർഡ് ഇതൊക്കെ വരുമ്പോ ഒരുപാട് അങ്ങനെ കൂടുതലും അത്യാവശ്യം നല്ലൊരു ഏരിയ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഹോം ഷോപ്പ് പദ്ധതി പ്രകാരം ഉൽപ്പന്നങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ വാർഡിലേക്ക് ഇറങ്ങാനുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആളുകൾക്ക് അറിഞ്ഞു തുടങ്ങും. ഇത് പറയാത്തൊരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയുള്ളവർക്ക് തന്നെ ചിലപ്പോൾ എല്ലാ വാർഡിലും എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവും എന്നുള്ളത് തോന്നുന്നില്ല. നമുക്കും അറിയില്ല, ഇവിടുത്തെ നാട്ടുകാരി ആണെങ്കിൽ പോലും നമുക്കും അറിയില്ല ഇവിടെ എന്നത് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു പദ്ധതി വരുമ്പോ ചെറിയൊരു മാറ്റം ആളുകളിലേക്ക് വരുമ്പോ, കുറച്ചു മുന്നേ സംസാരിച്ചത് ഇത് ഏറ്റെടുക്കേണ്ടത് ജനങ്ങൾ കൂടിയാണ്. അല്ലാതെ നമ്മൾ മാത്രം ഈ ഒരു ഇത്ര ആൾക്കാർ വന്ന് ഡിസ്കസ് ചെയ്തിട്ട് അത് മാത്രമല്ല, നമ്മളത് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇത് കുറച്ചും കൂടി പ്രാവർത്തികമാകുക. അപ്പൊ നമ്മൾ കുടുംബശ്രീയുടെ ഭാഗത്തു നിന്നും എന്താണെങ്കിലും ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു പുതിയൊരു SCP പദ്ധതിയും കൂടി വന്നതുകൊണ്ട് എന്താണെങ്കിലും ജനങ്ങളിലേക്ക് ഈ ഒരു അറിവ് ഉറപ്പായും എത്തും. താഴെത്തട്ടിലുള്ള ഉൽപ്പന്നങ്ങളെ നമുക്ക് എങ്ങനെ മൂല്യവർദ്ധിത, ഇപ്പൊ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെ മൂല്യവർദ്ധിതമാക്കിയിട്ട് ഒരു ഉൽപ്പന്നമാക്കി മാറ്റി അതിനെ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കുറച്ചും കൂടെ അറിവ് പകർന്നു കൊടുക്കാനും അവർക്ക് പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ എലപ്പുള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുടുംബശ്രീ ഒരു കിയോസ്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഒരു പ്രശ്നം ഇത് തന്നെയാണ്, ഉൽപ്പന്നങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോ മറ്റു ബ്ലോക്കുകളിൽ നിന്നും മറ്റുമൊക്കെയാണ് കുറച്ച് ഉൽപ്പന്നങ്ങൾ ചോദിക്കുന്നതെങ്കിലും നമുക്ക് എന്താ പറയാ, ഇവിടുത്തെ സംഭവങ്ങൾ ഇവിടെ തന്നെ വിൽക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത്, എത്തുന്നില്ല. അവർക്ക് അറിഞ്ഞ് ഇവിടെ വന്ന് അത് കൊടുക്കുന്നില്ല അവർക്ക്. അപ്പൊ നമുക്ക് കിയോസ്ക് നിറയെ സ്പേസ് ഉണ്ട്, പക്ഷെ പ്രൊഡക്റ്റുകൾ എത്താത്ത ഒരു പരിമിതിയാണ് ഉള്ളത്. അപ്പം നമുക്ക് ഈ ഭാവിയിൽ ഈ ഒരു പദ്ധതിയൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം അറിയപ്പെടുന്നുള്ളത് തന്നെയാണ് കുടുംബശ്രീയുടെ ഒരു പ്രതീക്ഷ. അപ്പം ഈ ഉള്ള എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഫീൽഡിലേക്ക് എത്തിക്കാനുള്ള ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്നെല്ലാം കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.